പ്രിയ മകനെ, മകളെ, ഈശോ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കാനായി നീ കടന്നു വന്നത്. ഇന്ന് നിന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്റെ ഉറക്കമില്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ആ ആവശ്യത്തെ ഈ സമയം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തിന് സ്വർഗം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മ പറയുമ്പോൾ ഈശോ വേഗം അത് കേൾക്കുന്നത്. അമ്മേ, ഇന്ന് നിന്റെ സന്നദ്ധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ മക്കളെ അമ്മ വെറും കൈയോടെ പറഞ്ഞു വിടല്ലേ. ഇവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഈശോയിൽ നിന്ന് അമ്മ വാങ്ങി നൽകണമേ. അത്ഭുത കാര്യ സാധ്യതയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. നിങ്ങൾ എഴുതിയിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട്. ഒത്തിരി വിഷമത്തിലൂടെ, തകർന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളുണ്ട്. നിങ്ങളുടെ ആവശ്യത്തെ ഈശോ ഇന്നീ പ്രഭാതത്തിൽ ഏറ്റെടുക്കട്ടെ. വിഷമാവസ്ഥകളിൽ എനിക്കൊത്തിരി അനുഗ്രഹം നൽകിയിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ഈ നിയോഗ പ്രാർത്ഥന. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ വിശ്വാസത്തോടെ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന നിൻ്റെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കണ്ണുകൾ ഉയർത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എൻ്റെ അപേക്ഷയെ അമ്മയുടെ കണ്ണീരും നിർബന്ധത്തിനും വഴങ്ങി നീ ഏറ്റെടുത്ത് നിൻ്റെ തിരുരക്തം കൊണ്ട് തുടച്ച് നിൻ്റെ അപേക്ഷയായി പിതാവിന് സമർപ്പിച്ച് സാധിച്ചു തരണമെന്ന് ഞാൻ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. എല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവേ, സൗഖ്യദായകനെ, എല്ലാം പഠിക്കാനായി അയക്കപ്പെട്ടവനെ, സമാധാനദൂതനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആമേൻ. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന നിൻ്റെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കണ്ണുകൾ ഉയർത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എൻ്റെ അപേക്ഷയെ അമ്മയുടെ കണ്ണീരും നിർബന്ധത്തിനും വഴങ്ങി നീ ഏറ്റെടുത്ത് നിൻ്റെ തിരുരക്തം കൊണ്ട് തുടച്ച് നിൻ്റെ അപേക്ഷയായി പിതാവിന് സമർപ്പിച്ച് സാധിച്ചു തരണമെന്ന് ഞാൻ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. എല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവേ, സൗഖ്യദായകനെ, എല്ലാം പഠിക്കാനായി അയക്കപ്പെട്ടവനെ, സമാധാനദൂതനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആമേൻ. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന നിൻ്റെ അമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കണ്ണുകൾ ഉയർത്തുമ്പോൾ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എൻ്റെ അപേക്ഷയെ അമ്മയുടെ കണ്ണീരും നിർബന്ധത്തിനും വഴങ്ങി നീ ഏറ്റെടുത്ത് നിൻ്റെ തിരുരക്തം കൊണ്ട് തുടച്ച് നിൻ്റെ അപേക്ഷയായി പിതാവിന് സമർപ്പിച്ച് സാധിച്ചു തരണമെന്ന് ഞാൻ മുട്ടിപ്പായി അപേക്ഷിക്കുന്നു. എല്ലാം അറിയുന്ന പരിശുദ്ധാത്മാവേ, സൗഖ്യദായകനെ, എല്ലാം പഠിക്കാനായി അയക്കപ്പെട്ടവനെ, സമാധാനദൂതനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആമേൻ. മുറിവേറ്റവന്റെ മുറിവാരുണക്കും യേശുനാഥ, അണയാൻ തുടങ്ങുമീ മൺചിരാതിന്റെ അരികിലാരണയും യേശുനാഥ. ആരോടു ചൊല്ലുമീ ദുഃഖങ്ങളൊക്കെയും ശ്രീയേശുനാഥ, പൊന്നുനാഥ, ആരേറ്റെടുക്കുമീ ഭാരങ്ങളൊക്കെയും ആശ്വാസദായക ആത്മനാഥ. ഓ എൻ്റെ ഈശോയെ, ഒരിക്കൽ കൂടി ഒരു പ്രഭാത പ്രാർത്ഥനയ്ക്കായി ഞാൻ അങ്ങേ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങൊരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നുവല്ലോ.
ഒത്തിരി മക്കൾക്ക് ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ പോയപ്പോഴും അങ്ങനെ കരുണയോടെ ഓർമ്മിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കണമേ. എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ. ശുദ്ധമായ ഹൃദയത്തോടും കളങ്കമില്ലാത്ത ആത്മാവോടും കൂടി അങ്ങയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഈ സമയം കർത്താവേ, നിൻ്റെ മുൻപിലായിരുന്നു പ്രാർത്ഥിക്കുന്ന, ഇപ്പോൾ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇരുന്ന് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഇവരെ ഈശോയെ അങ്ങ് കരുണയോടെ ഒന്ന് നോക്കണമേ. ഇവരുടെ ആവശ്യങ്ങൾ, ഇവരുടെ നിയോഗങ്ങൾ, നിരന്തരം ഇവർ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, കണ്ണിൽ നിന്നൊഴുകിയിറങ്ങുന്ന ഓരോ കണ്ണുനീർത്തുള്ളികളെല്ലാം കർത്താവെ അങ്ങ് കാണുന്നുണ്ടല്ലോ, അങ്ങ് അറിയുന്നുണ്ടല്ലോ. ഇവരെ അനുഗ്രഹിക്കുവാൻ ഇനിയും വൈകരുതേ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ കനിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, എന്നോട് പ്രാർത്ഥിക്കാനായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയോഗത്തെയും, ആരോടൊക്കെ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, വാക്കുകൊടുത്തിട്ടുണ്ടോ, അവരുടെയൊക്കെ നിയോഗത്തെ ഇപ്പോൾ ലോകമെങ്ങുമുള്ള എല്ലാ അൾത്താരകളിലും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബലിയോട് ചേർത്ത് കാഴ്ചവെക്കുന്നു. എല്ലാ ദിവ്യകാരുണ്യ ആരാധനകളോടും ദിവ്യ ജപമാലകളോടും ഒപ്പം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരുടെ ആശ്വാസമായ ഈശോയെ, ഭവനമില്ലാത്തവരുടെ സംരക്ഷകനായ ഈശോയെ, കടബാധ്യതരുടെ അഭയമായ ഈശോയെ, മനസ്സുരുകി ഇന്നേ ദിനം നിന്നെ വിളിച്ചു പ്രാർത്ഥിച്ചവരുടെ മനസ്സിൽ വെളിച്ചം പകരുന്ന എൻ്റെ ദൈവമേ, ഇന്നത്തെ ഈ മക്കളുടെ ആവശ്യം അവിടുത്തെ സന്നിധിയിലിതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെന്താവശ്യവുമായിക്കൊള്ളട്ടെ ഈശോ, ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് ഇതാ ഏൽപ്പിച്ചു തരികയാ. അവിടുത്തെ ദൈവീകമായി ഇടപെടൽ ഇന്നിവരുടെ ആവശ്യങ്ങളിൽ ഉണ്ടാകണം ഈശോ. പാപകരമായ ചിന്തകളും വിചാരങ്ങളും ഈ മക്കളിൽ നിന്ന് മാറ്റി ഇവരുടെ പ്രവൃത്തി മേഖലയെ അങ്ങ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, മക്കളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ, എന്തിനെ ഓർത്താണോ കണ്ണീരൊഴുക്കുന്നത്, അവയെല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഇതാ സമർപ്പിക്കുന്നു. ഇവരുടെ ആവശ്യങ്ങളിൽ അവിടുത്തെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ ആണിപ്പഴുതുള്ള കൈകൊണ്ട് തൊട്ടാശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനാമേശുവേ, നൽകുവാനത്രയും പാരിനെ സ്നേഹിച്ച ദൈവപിതാവേ, എത്രയും നിൽക്കുമീ മത്യന്റെ ഹൃത്തിലുണ്ടായിരം ആരാധന. ഹൃത്തിലുണ്ടായിരം ആരാധന, ആരാധന, ആരാധന.
പുത്രൻ ലോകൈകനാഥൻ, പുത്രൻ ലോകൈകനാഥൻ, പുത്രനാമേശുവെ നൽകുവാനത്രയും പാരിനെ സ്നേഹിച്ച ദൈവപിതാവേ, എത്രയും നന്ദിയാ നിൽക്കുമീ മർത്യന്റെ ഹൃത്തിലുണ്ടായിരം ആരാധന, ആരാധന. ആരാധന. ഹൃത്തിലുണ്ടായിരം